Good morning, students. നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പഠിക്കാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. എന്താണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ ഒരു പ്രോബ്ലം തന്നിട്ട് നമുക്കത് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സീരീസിനെ സിഗ്മ എ കെ എന്ന് എടുക്കാം. തന്നിരിക്കുന്ന സീരീസ് പോസിറ്റീവ് ടേംസ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റൈറ്റ് ദി ഗിവൺ സീരീസ് ആസ് സിഗ്മ യു കെ, സിഗ്മ എ കെ. ആദ്യത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫോം എ ന്യൂ സീരീസ് സിഗ്മ ബി കെ. അതിൽ നിന്ന് ഒരു പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്യാം. ഫോം എ ന്യൂ സീരീസ് സിഗ്മ ബി കെ. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? ചെറുത് കൺവെർജൻസ് ഓർ ഡൈവർജൻസ് ഓഫ് സിഗ്മ ബി കെ. നമ്മൾ കണ്ടെത്തിയ പുതിയ സീരീസ് ഒരു പക്ഷേ പി സീരീസ് ആവാം, ഒരു പക്ഷേ ജോമെട്രി സീരീസ് ആവാം. ആ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? റോ കണ്ടുപിടിക്കുക. റോ കാണാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ വെച്ചിട്ട് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഫിഫ്ത്ത് പോയിന്റ്, ഈ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് ഫൈനൈറ്റ്. ഈ റോ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ സീരീസ് അങ്ങനെയാണെങ്കിൽ ഈ എ കെയും ബി കെയും ദ സീരീസ് ബോത്ത് കൺവെർജസ് ഓർ ഡൈവർജസ്. സീരീസ് ബോത്ത് കൺവെർജസ് ഓർ ഡൈവർജസ്. അതായത് നമുക്ക് കിട്ടിയ ന്യൂ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ ഈ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും ഫൈനൈറ്റും ആണെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസും കൺവെർജന്റ് ആയിരിക്കും. നമുക്ക് ഫോം ചെയ്ത പുതിയ സീരീസ് ഡൈവർജന്റ് ആണ്, അതുപോലെ തന്നെ റോ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ സിഗ്മ എ കെ എന്ന് വിളിക്കുക, സിഗ്മ എ കെ. അതിനുശേഷം അതിൽ നിന്ന് ഒരു പുതിയ സീരീസ് ഫോം ചെയ്യാം, അതിനെ സിഗ്മ ബി കെ എന്ന് വിളിക്കാം. ആ ഫോം ചെയ്ത പുതിയ സീരീസ് പി സീരീസ് ആണോ ജോമെട്രി സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്ത് സീരീസ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചില കേസിൽ നമുക്ക് പി സീരീസ് ആയിരിക്കും കിട്ടുന്നത്, ചില കേസിൽ നമുക്ക് ജോമെട്രി സീരീസ് ആണ് കിട്ടുക. എന്ത് സീരീസ് ആയാലും ആ ഫോം ചെയ്ത സീരീസ് ന്യൂ സീരീസ് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം റോ കാൽക്കുലേറ്റ് ചെയ്യുക. റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ. ആ ഫോർമുല ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കണം? റോ കണ്ടുപിടിക്കുക. റോ കണ്ടുപിടിച്ചതിന് ശേഷം റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ then both the series either converges or diverges. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പുതിയ സീരീസ് കൺവെർജ് ആണ്, അതുപോലെ തന്നെ റോ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന സീരീസും കൺവെർജ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച പുതിയ സീരീസ് ഡൈവർജന്റ് ആണെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് ഈ കണ്ടീഷൻ റോ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ആണെങ്കിൽ ഡൈവർജന്റ് ആയിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. പ്രോബ്ലം ഇതാണ്. Check the convergence or divergence. Sigma k equal to 1 to infinity 1 by root k minus 1. ഈ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? സിഗ്മ എ കെ എന്നുള്ളത് എന്തെടുക്കണം? സിഗ്മ k equal to 1 to infinity 1 by root k minus 1 എടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ പുതിയൊരു സീരീസ് ഫോം ചെയ്യാം. വി ഫോം എ ന്യൂ സീരീസ്. ആ ന്യൂ സീരീസ് നമ്മൾ ഫോം ചെയ്യുന്നു. അത് നമ്മൾ ഇങ്ങനെ ഫോം ചെയ്യാം. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നോക്കിയിട്ട് സിഗ്മ ബി കെ എന്ന് പറയുന്നത് 1 by root k. സിഗ്മ k equal to 1 to infinity. k equal to 1 to infinity. പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്തു. 1 by root k എന്നുള്ള സീരീസ് ഫോം ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ k equal to 1 to infinity 1 by k raised to 1 by 2. ഇങ്ങനെ നമ്മൾ പുതിയൊരു സീരീസ് ഫോം ചെയ്തു. അത് 1 by k raised to 1 by 2 ആണ്. അപ്പൊ ഈ സീരീസ് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്ത് സീരീസ് ആണ്? സിഗ്മ k equal to 1 to infinity 1 by k raised to p. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സീരീസിനെ നമ്മൾ പറയുന്ന പേരാണ് പി സീരീസ്. പി സീരീസ് എന്നാണ് പറയുന്നത്. ഈ പി സീരീസിന്റെ പ്രത്യേകത എന്താണ്? പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ സീരീസ് കൺവെർജ് ആയിരിക്കും. പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജന്റ് ആയിരിക്കും. ഈ പിയുടെ വാല്യൂ
0 ലെസ് ദാൻ പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും? ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ സീരീസ് ഇവിടെ എന്താണ്? നമുക്ക് കിട്ടിയ സീരീസ് പി സീരീസ് ആണ്. പി സീരീസ് ആണ് എങ്കിൽ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. പിയുടെ വാല്യൂ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിലോ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് 1/k⁻². അപ്പൊ നമുക്ക് ഇവിടെ പിയുടെ വാല്യൂ ഇത്രയും കിട്ടിയിരിക്കുന്നത്. പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. Therefore നമ്മുടെ പുതിയ സീരീസ് ന്യൂ സീരീസ് അതായത് സിഗ്മ ബി കെ എന്നുള്ളത് ഡൈവർജന്റ് ആണ്. പുതിയ സീരീസ് ഡൈവർജന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നാലാമത്തെ പോയിന്റ് എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ak/bk. ഈ ഫോർമുല ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ak എന്താണ് ഇതില്? 1/√k - 1 ഡിവൈഡഡ് ബൈ bk എന്താണ്? 1/√k. This is equal to limit k tends to infinity 1/√k - 1 into √k. √k മുകളിലോട്ട് പോകും. Then this is equal to limit k tends to infinity √k divided by താഴെ √k കോമൺ ആയിട്ട് പുറത്തെടുക്കുക 1 - 1/√k. അപ്പൊ ഈ √k ക്യാൻസൽ ആവും. ഇനി kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 1/√k എന്നുള്ള എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. കണ്ടോ? റോ ഈക്വൽ ടു 1 ആണ്. ആ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. റോ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അഞ്ചാമത്തെ കണ്ടീഷൻ അതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ബോത്ത് സീരീസ് വിൽ ബി കൺവെർജസ് ഓർ ഡൈവർജസ് എന്നാണ്. ഇവിടെ നമുക്ക് കിട്ടിയ പുതിയ സീരീസ് എന്തായിരുന്നു? അത് ഡൈവർജന്റ് ആയിരുന്നു. അതുകൊണ്ട് എന്താണ്? ഗിവൺ സീരീസും ഡൈവർജന്റ് ആയിരിക്കും. നമുക്ക് കിട്ടിയ ന്യൂ സീരീസ് ഇവിടെ ഡൈവർജന്റ് ആയതുകൊണ്ട് ഈ ഗിവൺ സീരീസ് എന്തായിരിക്കും? ഗിവൺ സീരീസും ഡൈവർജന്റ്. Therefore സിഗ്മ k equal to 1 to infinity 1/√k - 1 is divergent. അത് ഡൈവർജന്റ് ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഈ വർക്കിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. വർക്കിംഗ് പ്രൊസീജിയറിൽ എന്തൊക്കെയാണ് പറയുന്നത്? തന്നിരിക്കുന്ന സീരീസിന് സിഗ്മ ak എന്ന് നമ്മൾ എടുക്കുക. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു പുതിയ സീരീസ് ഫോം ചെയ്യുക. സിഗ്മ ബി കെ ഫോം ചെയ്യുക. സിഗ്മ ബി കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിലുള്ള കെയും ഡിനോമിനേറ്ററിലെ കെയും വെച്ച് നോക്കുക. ന്യൂമറേറ്ററിൽ ഏറ്റവും 1 മാത്രമേ ഉള്ളൂ. 1 എടുത്തു. ഡിനോമിനേറ്ററിലെ കെയുടെ പവർ ഇവിടെയാണ് k⁻². അങ്ങനെ പുതിയ സീരീസ് കിട്ടി. ആ പുതിയ സീരീസ് ചിലപ്പോ പി സീരീസ് ആവാം, ചിലപ്പോൾ ജോമെട്രി സീരീസ് ആവാം. എന്തായാലും അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയ സീരീസ് എന്താണ്? പുതിയതായിട്ട് ഫോം ചെയ്ത സീരീസ് പി സീരീസ് ആണ്. പി സീരീസ് ആണെങ്കിൽ അത് കൺവെർജ് ആവാനും ഡൈവർജ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജന്റ് ആയിരിക്കും. പിയുടെ വാല്യൂ 0ക്കും പിക്കും 1നും ഇടയ്ക്കാണെങ്കിൽ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പുതിയ സീരീസ് ഈ ഒരു കേസിൽ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതിന്റെ പേരിൽ അത് എന്താണ്? ഡൈവർജന്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന സീരീസും പുതിയ സീരീസ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ak/bk. ആ ഫോർമുല ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ്. ഗ്രേറ്റർ ദാൻ 0യും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയും ആണെങ്കിൽ നമ്മുടെ പുതിയ സീരീസ് കൺവെർജ് ആണ് ചെയ്തെങ്കിൽ ഈ സീരീസും കൺവെർജ് ആയിരിക്കും. പുതിയ സീരീസ് ഡൈവർജ് ആണ് ചെയ്തെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസും ഡൈവർജ് ആയിരിക്കും. ഇവിടെ നമുക്ക് റോയുടെ വാല്യൂ എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് കിട്ടിയത്. നമുക്കറിയാം ന്യൂ സീരീസ് ഡൈവർജന്റ് ആണ്. അതുകൊണ്ട് ഗിവൺ സീരീസും ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് എന്താണ്? ഡൈവർജന്റ് ആണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ വർക്കിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. വർക്കിംഗ് പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതുക. ഓരോ പോയിന്റിലും നമുക്ക് മാർക്ക് ഉണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം. ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ.